ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറിവേപ്പിൻ്റെ ചൂടുകാല പരിചരണവും ഇന്നലത്തെ ഇഫ്താർ സ്പെഷ്യൽ ചായയ്ക്ക് കടിയായ ഉന്നക്കയുമാണ്. നമ്മൾ മലയാളികൾക്ക് ഏത് കറി വെച്ചാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പ്. ഡിസംബർ മാസത്തിലെ പരിചരണത്തെക്കുറിച്ച് കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് മഴയൊക്കെ കഴിഞ്ഞ് മഞ്ഞളിച്ച് നിന്ന കറിവേപ്പിൻ്റെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ചുവടിളക്കി വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ മഞ്ഞളിപ്പൊക്കെ മാറി നല്ല പുതിയ ഇലകളൊക്കെ വന്ന് പൂത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ചൂടിൽ നിന്നും കറിവേപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഡെയിലി മുറ്റമടിച്ച് വാരുന്ന കരിയില കൊണ്ടുവന്ന് കത്തിച്ച് കളയാതെ ഇതിന് പുതയിട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം മുകൾ മുതൽ താഴെ വരെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും തഴച്ച് വളർന്നു നിൽക്കുകയാണ്. പൂത്തു നിൽക്കുന്ന ഈ പൂവൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കായ്കളായി മാറും. ആദ്യം പച്ച കളറും പിന്നെ അത് പഴുത്ത് കഴിയുമ്പോൾ കറുത്ത കളറുമായി തീരും. അത് പറിച്ചെടുത്ത് നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. പുരയിടത്തിൽ നിറയെ തൈകളാണ്. അത് ഇതിൻ്റെ വേരിൽ നിന്നും വരുന്നതും ഉണ്ട്, അല്ലാതെ വിത്ത് വീണ് കിളിർത്തതുമുണ്ട്. ഈ പൂവൊക്കെ രണ്ടില താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അവിടെ നിന്നും പുതിയ നാമ്പുകൾ വന്നു തുടങ്ങും. അതിനാൽ നമുക്ക് ഈ പൂക്കളൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഈ പൂവിന് പിച്ചിപ്പൂവിൻ്റെ മണമാണ്. ഇനി ഇതിന് കീടബാധ ഉണ്ടാകാതിരിക്കാൻ പുളിച്ച തൈര് വെള്ളത്തിൽ കലക്കിയോ അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം പുളിച്ചത് വെള്ളത്തിൽ കലർത്തിയോ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ഇന്നലത്തെ ചായയ്ക്ക് കടിയായ ഉന്നക്കയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിത്തിരി പഴുത്തുപോയ ഏത്തക്കയാണ്. ഇതിന് കൂടുതൽ പഴുക്കാത്ത ഏത്തക്കയാണ് നല്ലത്. ഇതിനെ നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് ആവി കയറുമ്പോഴേക്കും ജ്യൂസിനുള്ള മുന്തിരി വെള്ളത്തിൽ കിടക്കുന്നത് കഴുകിയെടുത്ത് പുഴുങ്ങിയെടുക്കാം. അതിനോടൊപ്പം ഒരു 6-7 ഈന്തപ്പഴം അതിൻ്റെ സീഡ് കളഞ്ഞ് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ചേർക്കുന്ന കാരണം മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിനോടൊപ്പം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. മുന്തിരി വേകുമ്പോഴേക്കും നമുക്ക് ഉന്നയ്ക്കുള്ള ഏത്തപ്പഴം പൊളിച്ചെടുക്കാം. ഈ ഉന്നയ്ക്ക എന്നത് ഒരു കോഴിക്കോടൻ പലഹാരമാണ്. ഇത് ഞാൻ ആദ്യമായി കഴിക്കുന്നതും ഇതിൻ്റെ പേര് കേൾക്കുന്നതും ഒരു 20 വർഷത്തിന് മുമ്പ് ഡൽഹിയിൽ വെച്ചാണ്. അന്നൊന്നും യൂട്യൂബ് സജീവമായിരുന്നില്ല. ഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ കോഴിക്കോടുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇഫ്താർ പാർട്ടിക്ക് ക്ഷണിച്ചപ്പോൾ അവിടെയുള്ള പലഹാരത്തിൻ്റെ ഒരൈറ്റം ഈ ഉന്നക്കയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഇത് ആദ്യമായി ഉണ്ടാക്കുന്നത്, കാണുന്നതും കഴിക്കുന്നതും പേര് കേൾക്കുന്നതും. അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾ അല്ലെങ്കിൽ കോഴിയട, ഇതും ആദ്യമായി എന്നെ പഠിപ്പിച്ചെന്നത് ആ ഫ്രണ്ട് തന്നെയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ ആ കൂട്ടുകാരി കാണുന്നുണ്ടെങ്കിൽ അതൊരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്.
അവർ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാകണമെന്നില്ല. 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കിസ്മിസും 2 പിടി തേങ്ങയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഏലക്ക പൊട്ടിച്ചതാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് 1 നുള്ള് ഉപ്പും 4-5 ഈന്തപ്പഴം ചെറുതായി നുറുക്കിയതും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിനോടൊപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ആ മുട്ട വെന്ത് ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഏത്തപ്പഴം ഉടച്ചെടുത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇതെല്ലാം ആറിയിട്ടുണ്ട്. ഇതിനെ ഓരോ ഉരുളകളാക്കി കൈവെള്ളയിൽ ഇത്തിരി എണ്ണയോ നെയ്യോ തൂത്ത് പരത്തി അതിൽ ഈ ഫില്ലിംഗ് വെച്ച് നിറച്ച് നമുക്ക് ഉരുട്ടിയെടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഏത്തപ്പഴം നന്നായി പഴുത്ത് പരത്താൻ പറ്റുന്നില്ല എങ്കിൽ ആ കൂട്ടിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കുഴച്ച് കൈവെള്ളയിൽ പരത്തിയെടുത്താൽ മതിയാകും. ഫില്ലിംഗ് ഇത്രയും മിച്ചം വന്നു. ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഇന്നത്തേക്ക് 3-4 മാത്രമേ ഞാൻ ഫ്രൈ ആക്കുന്നുള്ളൂ. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ ഉപയോഗിക്കാം. ഇത് എണ്ണയിൽ പൊരിക്കാതെയും ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് തിരിച്ചും മറിച്ചുമിട്ട് മൊരിച്ചെടുക്കാം. ജ്യൂസ് അടിച്ചത് അരിച്ചെടുത്ത് ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കാം. വാങ്ക് വിളിക്കുന്നതിനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.
അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാ ബൈ.